മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മക്കളാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാകും. വാപ്പക്കും ഉമ്മക്കും വേണ്ടി ദുആ ചെയ്യാത്ത മക്കളാണെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവും. ഒരിക്കലും വാപ്പക്കും ഉമ്മക്കും ദ്വാരക്കാതെ. മരിച്ചവരാണെങ്കിൽ മഗ്ഫിറത്തിന്, മരിക്കാത്തവരാണെങ്കിൽ ആഫിയത്തിന് ദ്വാരക്കാം. മരിച്ചവരാണെങ്കിൽ മഗ്ഫിറത്തിന് ദ്വാരക്കണം. എന്നും വാപ്പാക്ക് പുറത്തു കൊടുക്കണേ. ഇന്നിപ്പോ വാപ്പാർക്ക് ദ്വാരുന്ന പോലെ എത്ര ആളുണ്ട്? കൈയൊന്നും വെക്കണ്ട, വാട്സപ്പിൽ വെക്കണാരി പൊക്കിയാൽ മതി. വാട്സപ്പിൽ പൊക്കണാരി പൊക്കുക. അന്ന് വാപ്പക്ക് ദ്വാരുന്ന പോലെ ആരുണ്ട്? ഉമ്മക്ക് ദ്വാരുന്ന പോലെ ആരുണ്ട്? എന്നാൽ ഇന്ന് വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടവരാണെങ്കിൽ മഗ്ഫിറത്തിന് വേണ്ടി, മരിക്കാത്തവരാണെങ്കിൽ ആഫിയത്തിന് വേണ്ടി. രണ്ടാമത്തെ കാരണം, വാപ്പയുടെയും ഉമ്മയുടെയും പേര് വിളിക്കുന്ന ആളുകൾക്കും ദാരിദ്ര്യമുണ്ടാകും. വാപ്പൻ്റെ ഉമ്മൻ്റെയും പേര് വിളിക്കാൻ പാടില്ല. വാപ്പൻ്റെ പേര് മുഹമ്മദ് എന്നും ഉമ്മയുടെ പേര് ഫാത്തിമ എന്നുമാണെങ്കിൽ ആ മുഹമ്മദ് എന്നോ ഫാത്തിമ എന്നോ വിളിക്കാൻ പാടില്ല. ഫാദർ എന്നോ മദർ എന്നോ വിളിക്കാൻ പാടില്ല. വാപ്പ എന്ന് വിളിക്കുന്നത് ഫാദർ എന്ന് വിളിച്ചാലും മദർ എന്ന് വിളിച്ചാലും വാപ്പ ഉമ്മ എന്നാണ് അർത്ഥം. തന്ത എന്നും തള്ള എന്ന് വിളിച്ചാലും അതിൻ്റെ അർത്ഥവും അത് തന്നെയാണ്. എന്നാൽ പേര് മാറ്റി വിളിച്ചാൽ അവൻക്ക് ദാരിദ്ര്യമുണ്ടാവും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 100ഓളം ഭാഷകൾ മുത്തുനബിക്ക് സംസാരിക്കാൻ കഴിയും. അതിൽ ഇംഗ്ലീഷുണ്ട്, ഉറുദുണ്ട്, തമിഴുണ്ട്. ഓരോരുത്തരുടെയും മാതൃഭാഷകളുണ്ട്. എവിടെ ചെന്നാലും പാകിസ്ഥാനികളും ബാപ്പയെ വിളിക്കുന്നത് ഉപ്പ എന്ന് തന്നെയാണ്. ഏത് നാടുകളിൽ ചെന്നാലും, ഇന്തോനേഷ്യയിൽ ചെന്നാലും ബാബ മാമ എന്നേ വിളിക്കുന്നുള്ളൂ. ഉപ്പയോടും ഉമ്മയോടും സാദൃശ്യമായ വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഭാഷകൾ മാറ്റി പറയുന്നില്ല. ഇന്ന് ചില മക്കൾക്കൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ എത്തിയാൽ വാപ്പയുടെ പേര് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഫാദർ എന്ന് വിളിച്ചോ, മദർ എന്ന് വിളിച്ചോ, ആൻറ്റി എന്ന് വിളിച്ചോ, അങ്കിൾ എന്ന് വിളിച്ചോ. അങ്കിളെന്നും ആൻറ്റി എന്നൊക്കെ വിളിക്കുമ്പോൾ അതിൻ്റെ ആദരവ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. മറിച്ച് ഇക്കാക്ക എന്ന് വിളിക്കുമ്പോൾ, ഇത്താത്ത എന്ന് വിളിക്കുമ്പോൾ അതിലൊരു ആദരവുണ്ട്. ആദരവ് നഷ്ടപ്പെടുന്ന ഒന്നിലേക്ക് നമ്മൾ പോവാൻ പാടില്ല. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ദാരിദ്ര്യമുണ്ടാകുന്ന രണ്ടാമത്തെ കാരണം വാപ്പയുടെയും ഉമ്മയുടെയും പേര് മാറ്റി വിളിക്കുന്നവൻ. മൊബൈലിൽ മൈ ഫാദർ എന്നോ മൈ മദർ എന്നോ എഴുതി വെച്ചെങ്കിൽ ഉപ്പ ഉമ്മ എന്ന് എഴുതി വെച്ചോ, ഉപ്പ ഉമ്മ എന്ന് എഴുതി വിളിച്ചോ. അതന്നെയാണ് ഏറ്റവും നല്ല പേര്. മൂന്നാമത്തെ കാരണം, വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നടക്കുന്ന ആളുകൾക്കും ദാരിദ്ര്യമുണ്ടാകും. വാപ്പൻ്റെയും ഉമ്മൻ്റെയും മുമ്പിൽ നടക്കാൻ പാടില്ല. വാപ്പ ചിലപ്പോൾ കൃഷിപ്പണിക്കാരനാവാം, ഉമ്മ ചിലപ്പോൾ അടക്ക പൊളിക്കുന്ന ഒരു ഉമ്മയാവാം, ഇല്ലെങ്കിൽ കാപ്പി പറിക്കാൻ പോകുന്ന ഒരു ഉമ്മയാവാം. മകൻ ചിലപ്പോൾ ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം. പക്ഷേ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും ഒരിക്കലും ബാപ്പയാണ് മുമ്പിൽ നടക്കേണ്ടത്, മകൻ നടക്കാൻ പാടില്ല. പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രി എന്ന് വിളിക്കൂല, അമ്മ മകനെ എന്നേ വിളിക്കുള്ളൂ, മകനെ എന്നേ വിളിക്കുള്ളൂ. പ്രധാനമന്ത്രിയെ ഇങ്ങോട്ട് വാ എന്ന് പറയൂല, മുഖ്യമന്ത്രിയെ ഇങ്ങോട്ട് പറയുവാല, MLA ഇങ്ങോട്ട് വാ എന്ന് പറയൂല. പാപ്പ ഉമ്മ എന്നേ വിളിക്കുള്ളൂ, മകൻ എന്നെ വിളിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളാരും പേരുകൾ മാറ്റി വിളിക്കാനും വാപ്പൻ്റെ ഉമ്മൻ്റെ മുമ്പിൽ നടക്കാനും പാടില്ല. മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാരണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ കഴുകാതെ കിടന്നുറങ്ങുന്ന വീട്ടുകാർ
രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ കഴുകാതെ കിടന്നുറങ്ങുന്ന വീടുകളാണെങ്കിൽ ആ വീടുകളിലും ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റ് കഴുകാതെ കിടന്നുറങ്ങാൻ പാടില്ല. സഹോദരിമാര് ശ്രദ്ധിക്കണം, സഹോദരങ്ങളും ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകളൊക്കെ സിങ്കിലുണ്ട്, വെള്ളം ഒന്ന് പോത്തിയിട്ടിടണം. അല്ലെങ്കിൽ വലിയ ഒരു കുടുക്കയിൽ വെച്ചിട്ട് എല്ലാം ഇട്ടിച്ച് വെള്ളം പാർന്ന് രാവിലെ കഴുകാം. അത് പാടില്ല. അപ്പോഴോ ആണുങ്ങൾക്കും കൂടി കൊടുക്കാം, ആണുങ്ങൾക്കും കൂടി കൊടുക്കാം. പെണ്ണുങ്ങളെ പാത്രം കഴുകാനും കുടുക്ക കഴുകാനും അകം തുടക്കാനും സൃഷ്ടിക്കപ്പെട്ടവരൊന്നുമല്ല. ചിലവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതൊക്കെ അവരെ ജോലിയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ നേരത്തെ ചോറൊക്കെ തിന്നിട്ട് ഓലിങ്ങനെ ആ മാക്സിമം കൂടെയൊക്കെ വെള്ളമാക്കി അങ്ങനെ കഷ്ടപ്പെട്ട് വരും. നമ്മളിങ്ങനെ മൊബൈലിൽ കളിച്ചു തീർക്കാം. നമ്മൾ വാട്സപ്പ് ഇടണ പണിയാ പോരാ. ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കണം, ഭാര്യയെ നിങ്ങൾ സഹകരിക്കണം. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭാര്യൻ്റെ ഒപ്പം കൂടി കൊടുത്തോക്കാണെങ്കിൽ അവർക്ക് ഭയങ്കര സ്നേഹ. ഉള്ളിയൊക്കെ വെട്ടി കൊടുക്കണം, ഉള്ളിയൊക്കെ വെട്ടി കൊടുക്കണം. നിങ്ങൾ ഉള്ളി വെട്ടിയെടുക്കണല്ലോ. മീനൊക്കെ ഒന്ന് മുറിച്ചു കൊടുക്കുക, മീനൊക്കെ കഴുകി കൊടുക്കുക. അപ്പോഴേ സ്നേഹം ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ സ്നേഹം ഉണ്ടാവില്ല. അപ്പം എല്ലാവരും അങ്ങനെ ചെയ്യണം. എന്നും ചെയ്യണ്ട, ഇടക്കൊക്കെ ചെയ്തു കൊടുത്താൽ മതി. മറ്റേ പോലെ അതിനായിട്ട് പോകും. ഇനിയിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പണി കിട്ടും. മുത്തനൂതങ്ങൾ പറഞ്ഞു കേട്ടില്ലേ, എന്തെങ്കിലൊക്കെ മീൻ കഴുകി തന്നാ നിങ്ങൾ പറയൊന്നും വേണ്ട, ഒരു കഴുകിക്കോളൂ. വേണ്ട, അങ്ങനെ എപ്പോഴും അങ്ങനെ നിൽക്കണം. ചില ആളുകൾ ഭാര്യമാരോട് എന്നും പ്രശ്നം ഉണ്ടാവും. എപ്പോഴും കെൽബ് എന്നാ വിളിച്ച പെണ്ണുങ്ങളെ. ഭാര്യനെ കെൽബെ അങ്ങോട്ട് വാ, കെൽബെ അങ്ങോട്ടേക്ക്, കെൽബെ ആ ചാവി ഇങ്ങോട്ട് എടുത്താ, എപ്പോഴും കെൽബ് എന്നാ വിളിച്ച. കെൽബിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അല്ലേ? മനസ്സിലായി. ആകെ മറക്കാത്ത ഒന്ന് രണ്ട് കെലിമത്ത, ഒന്ന് ചോറ്, ഒന്ന് കെൽബ്. പക്ഷെ മലയാളത്തിൽ പറഞ്ഞെങ്കിൽ ഒരു ഉസാറ് കിട്ടുള്ളൂ അല്ലേ? സലാത്ത് വാർഷിക ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ഉഷാർ കിട്ടണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയണം. ചെലവങ്ങനെ. ഇന്നാൾ ഒരു പെണ്ണിനെ എപ്പോഴും പുയ്യാപ്പള കെൽബ് എന്നാ വിളിച്ച. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറ. അയാള് ചാവി മറന്നിച്ച് പോകും ചിലപ്പോൾ. ഇനിയിപ്പോൾ പോയത് ഇങ്ങോട്ട് മടങ്ങി കയറണ്ടെന്ന് നിലയ്ക്ക് പറയാം, കെൽബ് ആ ചാവിൻ്റെ എടുത്താ. അപ്പം ഈ പെണ്ണ് ഒരു സംശയം. പെണ്ണ് ചോദിച്ചു, ഉസ്താദേ എൻ്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കെൽബ് എന്നുള്ള പേര്, അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഞാൻ ഒന്ന് മാറ്റണം, കുഞ്ഞോളെ നാക്കി എങ്ങനെ ഉണ്ടാവുന്നു? കെൽബ് നിലയിൽ അർത്ഥം കുഞ്ഞോളെ നാക്കുക, അത് നല്ല പേരാ. അപ്പൊ റെഡിയായി. കുഞ്ഞോളെ ആ ചാവിനെടുത്ത നിങ്ങൾ മദ്രസയിൽ പഠിത്ത അർത്ഥം വേണ്ടതിന് കെൽബ് നിലയിൽ കുഞ്ഞോളെ എന്നാണ് അർത്ഥം വെക്കുക. അതാർക്കേ കഴിയുള്ളൂ? സ്വലാത്ത് നല്ലോണം ചെല്ലണ പെണ്ണുങ്ങൾക്കേ അങ്ങനെ കഴിയുള്ളൂ. സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്. സ്വലാത്ത് എല്ലാത്തിനും പരിഹാരം. രണ്ടാള് ദേഷ്യം പിടിക്കുമ്പോ ദേഷ്യം പിടിയിട്ട് പന്തളിയിൽ ഇങ്ങനെ അടിപിടി നടക്കാൻ നിൽക്കുകയാണ്. ഇല്ലെങ്കിൽ മാമാക്കാന്റെ പീടിയിൽ കച്ചവടം ഉണ്ടാക്കി അടി നടക്കാൻ നിൽക്കുകയാണ്. 90 ഡിഗ്രിയിൽ ആ ദേഷ്യം. അപ്പൊ ഒരു മലയാളി മസ്ലഹത്തിന് ഒരുപാട്. അപ്പോഴും മലയാളി വിളിച്ചത് അതിൻ്റെ കെൽബാളെ ഇത്ര വലിപ്പുണ്ടല്ലോ നിങ്ങള്. അപ്പോൾ ഓനോ അതന്നെ ഉപയോഗിക്കുക. ഇത്ര വലിപ്പുണ്ടല്ലോ കെൽബാളങ്ങള്, പോത്തോളം വലിപ്പുണ്ടായിട്ട് ഈ പീടിയിൽ നിന്ന് തല്ലുണ്ടാക്കാൻ വന്നു. പോയി കെൽബാള അവിടുന്ന്. ഇതാ നമ്മളെ മസ്ലഹത്ത്. ഒരു അറബിയാണെങ്കിൽ അറബി മസ്ലഹത്തിന് വന്നാൽ എന്താ പറയാ നിങ്ങള്? യാ മുഹമ്മദ് സ്വല്ല അലൻ നബി, മുഹമ്മദ് മുത്തുനബിന്റെ മേൽ സലാത്ത് ചെല്ലടാ. ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. കത്തി കിട്ടിയാൽ കത്തിയോണ്ട് കുത്തും, സോഡ കുപ്പി ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ച് അതിനോട് കുത്തും. ഇങ്ങനെ 90 ഡിഗ്രിയിൽ നിൽക്കുന്ന ആളോടാണ് പറയണത് യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി നബി. അപ്പൊ ചൊല്ലൂല. ഒന്നുകൂടി ഗൗരവത്തിൽ യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി നബി. അപ്പൊ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അപ്പൊ 90 ഡിഗ്രിയിലുള്ള ദേഷ്യത്തിനെ
ആ സലാം അങ്ങ് സ്വലാത്ത് അങ്ങ് ചെല്ലലോടുകൂടെ അതൊരു അറിവിമക്കെടുത്തും. അങ്ങനെ ഒരു അറിവിമക്കെടുത്തും. അറിവെത്തിയ മുഹമ്മദ് അല്ലാഹ് നല്ല മട്ടത്തിൽ. പിന്നിങ്ങനെ ചൂട് കൂടുകയാണെങ്കിൽ താടിക്കൊന്നാണ് പിടിച്ചോ, ഈ ഒന്ന് അഫ്വ ചെയ്ത സാമഹ മുഹമ്മദ്, ഇല്ലെങ്കിൽ നെറ്റിക്കൊന്നാണ് നാറ്റും. ഖലാസ് റെഡിയായി. നമ്മളെ താടി കുടിച്ചാൽ മതി. അങ്ങനെ ഉണ്ടാവും ദേഷ്യം പിടിച്ചപ്പോൾ അനക്ക് പറഞ്ഞതും പോലെ നമ്മൾ മേത്ത് കിടക്കണല്ലേ ഒറ്റ ഒന്നാ കിട്ടും അല്ലേ. അതുകൊണ്ട് പരിചയം തീരെ ഇല്ലാത്ത ആളുകളോടാണെങ്കിൽ ആവും പറ്റൂല. അതുകൊണ്ട് നാളെ ഭർത്താക്കന്മാർ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ പെണ്ണുങ്ങൾ പറയാ കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് ഒരു വാതിലിൻ്റെ അടുത്ത് അപ്പുറത്തെ വാതിലിനോട് പണി കുഞ്ഞാപ്പോ സ്വല്ല അല നബി, അപ്പുറത്തെ വാതിലിൻ്റെ അടുത്ത് നിന്നിട്ട് യാ കുഞ്ഞാപ്പൂ സ്വല്ല അല നബി, മുത്തുനബിന്റെ മേൽ സ്വലാത്ത് രണ്ടെണ്ണങ്ങൾ ചെല്ലി, എന്നിട്ട് വിഷയമൊക്കെ പറയാം. കുറച്ച് വിട്ടുന്ന് ചെല്ലിയാൽ, കാരണം തീരെ പരിചയമില്ലാത്ത ആളുകളാണ് രണ്ടും. പരിചയമില്ലാത്ത പോലാകുമ്പോൾ ചിലപ്പോൾ വലതും സംഭവിക്കും. നാളൊരു ചങ്ങായി ഒരു നാട്ടിൽ നിന്ന് പെണ്ണെട്ടിയപ്പോൾ ഓന് പെണ്ണുങ്ങളെ പേരേക്ക് ഫസ്റ്റ് സൽക്കാരത്തിന് പോയപ്പോൾ അവിടുത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയി. അല്ലേ മോശമല്ലേ? കാരണം മഗ്‌രിബിൻ്റെ അവിടെ നിന്ന് ഈ ചങ്ങായി മാമാക്കാൻ്റെ പുതിയാപ്പള നിസ്കരിച്ചെല്ലാം അറിയില്ലേ. അപ്പം എന്ത് ചെയ്തു? ഓൻ പള്ളിയിൽ പോയി നിസ്കരിക്കാം. പള്ളിയൊക്കെ നിസ്കരിക്കാൻ ചെന്നപ്പോൾ ഇതിന് ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓനെ അങ്ങനെ പള്ളിയൊക്കെ കയറി പരിചയമല്ല. ജമാഅത്ത് തടക്കുകയാണെങ്കിൽ പിന്നെ ഇമാമ് കാട്ടണം, അതിനങ്ങനെ കാട്ടിയാവും ചില ചെല്ലണ. പിന്നെ എന്തെങ്കിലും കല്ലാലോ അവന്. അതിൽ പിന്നെ ഒറ്റക്ക് നിസ്കരിക്കാൻ പിന്നെ വേറൊരു ചങ്ങായി മഗ്‌രിബ് ആയതിന് മണ്ടി കതച്ച് ഹൗദ കൂടെയൊക്കെ ചാടി വണ്ടി അവിടെയൊക്കെ കുത്തി മറിഞ്ഞ് നീച്ച്. ഏതായാലും ഓൻ്റെ ഒപ്പം തുടർന്ന് 27 കൂലി കിട്ടുമല്ലോ എന്ന് വണ്ടി വന്ന് കണ്ട് തോണ്ടിയപ്പം തിരിഞ്ഞു കണ്ട് ചെന്തിച്ച് തോണ്ടി വെച്ചു. ഇപ്പം എന്തിനാ തോണ്ടിയെന്തിനാ? ഞങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളും അതിൽ പെട്ടണം നോക്കട്ടെ അല്ലേ. വിരുന്നെന്നാ തോണ്ടിയത് എന്തിനാ? ഇമാമൻ എന്ന് കരുതിക്കോച്ചു. ഒറ്റയ്ക്ക് ഇതുവരെ നിന്നിനെ. ഞാൻ ഇപ്പൊ നീയത്ത് മാൽ ഇമാമിന്നാ വെക്കണ്. അതുകൊണ്ട് ഇമാമൻ എന്ന് കരുതണം. അതിനാണ് ഈ തോണ്ടല്. പക്ഷെ പരിചയമില്ലാത്തോണ്ട് ഇമാമൻ ആവശ്യത്തിൽ നിസ്കരിക്കാത്ത ഒരു ചങ്ങായി ഓനെ പോയി തോണ്ടിയാ ഓൻ ചോദിച്ചൂല എന്തേ തോണ്ടിയത് എന്ന മായിലുണ്ടാവും നാളെ സ്വലാത്തെല്ലാം പറയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് കുറച്ച് വിട്ടെന്ന് പറഞ്ഞാൽ മതി. ഈ വയത് കേട്ടവർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. നാളെ മുതൽ പുയ്യാപ്പള വീടായാൽ പെണ്ണുങ്ങൾ വീടായാലും അങ്ങനെ തന്നെ ഫാത്തിമ സ്വല്ല അല നബി. എന്തിനല്ല മട്ടം അറബികൾ അങ്ങനെ. ഒരു പോലീസുകാരോ ഒരാൾ പിടിച്ചുകൊണ്ടാകാൻ വന്നാലും എന്ത് മുഖാലഫ ചെയ്താലും ഉടനെ അറബി വന്നാല് പോലീസുകാരൻ അസ്സലാമു അലൈക്കും കൈഫ ഹാൽ കൈഫ അഖ്ബാർ തമാം അൽഹംദുലില്ലാഹ് അത്ത് റുഖ്സ ഇസ്തിമാറ ലൈസൻസും വണ്ടിയുടെ കടലാസൊക്കെ എടുത്തോ. അപ്പോഴും സലാം പറയും. ഓൻ ഗിർഗിർ ഇങ്ങനെ പറയുകയാണെങ്കിൽ സംസാരം പിന്നെ 2 സ്വലാത്തിൽ ഇങ്ങനെ സാധനം എടുക്കുക. എവിടെയും സ്വലാത്തുണ്ട്. വലിയ വലിയ പാറക്കല്ലിന്റെ മുകളിൽ മക്കയിലേക്കും മദീനയിലേക്കും പോകുന്ന വഴിയിൽ എഴുതി വെച്ചത് കാണാം. സ്വല്ലു അലൻ നബിയ്യ മുഹമ്മദിൻ വആലിഹി. മുത്തുനബിയുടെയും കുടുംബത്തിന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ. ചില ആളുകൾ ഓട്ടോറിക്ഷന്റെ ബാക്കിലൊക്കെ എഴുതി കാണാം, കൂട്ടുകാരാ ഈ ഇന്ന് മുത്തുനബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കണം. ഹൽ സ്വല്ലൈത അലൻ നബിയ്യ മുഹമ്മദിൻ വആലിഹി. മുത്തുനബിയുടെയും കുടുംബത്തിന്റെ മേൽ ഇന്ന് സ്വലാത്ത് ചൊല്ലിയോ? സ്വലാത്ത് ചൊല്ലിയൊക്കെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയ ഭയങ്കര പരിഹാരം. ഒരു ദിവസം 300 സ്വലാത്തെങ്കിലും ഒരു ദിവസം ചൊല്ലണം. മഹാന്മാരാകുന്ന ആളുകൾ പഠിപ്പിക്കുന്നു, ഒരാൾ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലി എന്ന് പറയണമെങ്കിൽ 300 സ്വലാത്ത് ചൊല്ലണം. ഏറ്റവും ചുരുങ്ങിയത്. മാഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും ഈ സദസ്സുള്ളവരൊക്കെ 300 സ്വലാത്ത് നിങ്ങളെല്ലാവരും ചൊല്ലണം. ചൊല്ലോ എന്നും ചെറിയൊരു സ്വലാത്ത് ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ചൊല്ലിക്കാട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം.
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ബൈക്കുമ്മ പോകുമ്പോൾ സ്വലാത്തില്ല, ബൈക്കുമ്മ തിരിച്ചു വരുമ്പോൾ സ്വലാത്തില്ല, പൊരീക്കത്തോളം സ്വലാത്ത്. അങ്ങനത്തെ എത്ര കുട്ടികളുണ്ടായിരുന്നു ചെറുപ്പക്കാർ. മാഷാ അല്ലാഹ്, ഞാനിവിടെ വന്നപ്പോൾ എല്ലാ മക്കളും ചെറുപ്പക്കാരൊക്കെ ഭയങ്കര ഉഷാറാണ്, ഭയങ്കര ഉഷാർ, നല്ല മക്കൾ. അല്ലാഹുവിലേക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. അവർ ഈ സ്വലാത്തിൻ്റെ വാർഷികത്തിന് വളരെ സജീവമായി ദഫ് അടിച്ച് കൊണ്ടുവരുന്നതാണ് എന്നോട്. കുട്ടികൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ആയിക്കോട്ടെ. ഞാൻ ഇപ്പോൾ ഇവിടുന്ന ചോറ് നിങ്ങൾ ഇതിനോട് പോന്നപ്പോൾ വേഗം കഴിഞ്ഞു. പക്ഷെ ഓല അതിലെ കൊണ്ടുവരുന്നതാണ്. ഞാൻ ഓലപ്പം കടന്നു കൊടുത്തു. എനിക്ക് ഓല കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അല്ല, അവിടെ ചോറുണ്ടാക്കാൻ ഒരു സജീവമാണ്, എല്ലാത്തിനും ഒരു സജീവമാണ്. ചിലപ്പോൾ ചില ബുക്കർസൊക്കെ കാട്ടും, അത് നോക്കണ്ട. എന്നാലും ബുക്കർസ് കാട്ടുന്നുണ്ട്. ചില ബുക്കർസൊക്കെ ഒരു കാട്ടും, എന്നാലും അൽഹംദുലില്ലാ അങ്ങനൊന്നും ഒരു കാട്ടൂല. നല്ല മക്കൾ, അല്ലാഹു തആല നമ്മളെ മക്കളൊക്കെ എല്ലാ പരീക്ഷയിലും അല്ലാഹു വിജയിപ്പിക്കട്ടെ. അപ്പം അങ്ങനെ രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ കഴുകാതെ ഉറങ്ങും. പിന്നെ ചിലന്തി വലകൾ തട്ടാത്ത വീടുകൾ. ചിലന്തി വല പറഞ്ഞ തിരിയില്ലേ? ആ, മാറാല. ഇവിടെ എങ്ങനെയാ പറയല്ലോ സാർ? രണ്ടും പറയില്ലേ? ഇയാളൊന്നും പറയില്ല എന്ന് തോന്നുന്നു. ചിലന്തി വലകൾ തട്ടാത്ത വീട്. ഞങ്ങളെ നാട്ടിലൊക്കെ റമദാനാവുമ്പോൾ ഒരു ചിലന്തി വല ഇട്ടിട്ടുണ്ട്, അതിനൊരു പേരുണ്ട്. എന്താ? നനച്ചുകുളി. ഇവിടെ അതേ പറഞ്ഞാൽ നിങ്ങൾ നമ്മൾ ഒപ്പാ ഒരേ സിലബസിലാ വണ്ടി. നനച്ചുകുളി. എന്നാൽ എറണാകുളം ഭാഗത്തൊക്കെ നനച്ചുകുളിയിൽ പറയാം. അവിടെ ബറാത്ത് കുളി. ബറാത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാകാന്നാണ്, ബരി എന്ന് പറഞ്ഞാൽ ഒഴിവാകാന്നാണ് അർത്ഥം. അപ്പൊ ബറാത്ത് നേരത്തെ ഉസ്താദ് പറഞ്ഞുകൊണ്ട് 3 യാസീനൊക്കെ ഓതാൻ ശരിക്കും വേണമെങ്കിൽ ഒതുക്കൊണ്ട് ഒരു കൊല്ലത്തെ ഭക്ഷണം നിർണയം. ഞമ്മക്കൊപ്പം ഒന്ന് ഭക്ഷണം കൊണ്ട് ഭക്ഷണം. അത് ബറാത്തിൻ്റെ യാസീ മട്ടത്തിന് ഓതിയിട്ടാണ്. ഇന്ന് മാഷാ അല്ലാഹ് എല്ലാവരുടെ പേരിൽ നിന്നും കൊടുക്കുന്ന ഭക്ഷണം. എല്ലാവർക്കും തങ്ങൾ പാപ്പാക്ക് ഭക്ഷണം തരണം. ഞാൻ മഗ്‌രിബിൻ്റെ ശേഷം ഓതും, അസറിൻ്റെ ശേഷം ഓതും. അതുകൊണ്ടാണ് നിങ്ങൾ ഇക്കൊലത്ത് വരുന്നത്. ഞാനെങ്ങനെയാണ് തിന്നാക്കെ? ഞാനൊരു ചപ്പാത്തി തിന്നിട്ടുള്ളൂ. പക്ഷെ നമ്മളെ ഖാദിമീങ്ങൾ പറയാനുണ്ട് അവിടെ. നമ്മൾ നേരത്തെ പറഞ്ഞ വളണ്ടിയേഴ്സ്. ഇന്നാൾ ഞാൻ പറഞ്ഞു, വളണ്ടിയർമാരോട് പറഞ്ഞ് എനിക്കങ്ങനെ ബിരിയാണി ഒന്നും വേണ്ട, 2 ചപ്പാത്തി മതിയെന്ന്. അല്ല ഉസ്താദ്, ബിരിയാണി ഒക്കെ ഉണ്ടായിക്കോട്ടെ, ഞങ്ങൾക്ക് തിന്നാലോ വളണ്ടിയർമാർക്ക്. അത് നല്ല തന്നെ. അപ്പൊ ബറാത്ത് കുളി, നനച്ച് കുളി. അതിൻ്റെ മുമ്പ് നനക്കാതെ കുളിച്ചാൽ, മണ്ണിലാ കുളിച്ചിട്ട് ഒന്ന് ഒരുങ്ങി കുളിച്ചാൽ അതിൻ്റെ അർത്ഥം റമദാനിന്റെ ഒരു ഒരുക്കാണ്. അപ്പൊ ചിലന്തി വലകൾ തട്ടാത്ത വീടുകൾ, ബെഡ്ഷീറ്റുകൾ അലക്കാത്ത വീടുകൾ, ബാത്റൂമിലെ ചെരുപ്പ് അലക്കാത്ത വീടുകൾ,